ഒരു എയിംസ് ഒരു ജില്ലയിൽ വരുന്നത് കൊണ്ട് ആ ജില്ല ഇന്ന് നേരിടുന്ന അവസ്ഥാ സവിശേഷതകളിൽ നിന്ന് ഒരു ഉയർപ്പുണ്ടാവണമെങ്കിൽ എയിംസ് സഹായിക്കുമോ? ഞാൻ ആ കാഴ്ചപ്പാട് വെച്ച് മാത്രമേ 2 പേര് പറഞ്ഞിട്ടുള്ളൂ, 2-3 പേര് പറഞ്ഞിട്ടുള്ളൂ. മന്ത്രി ശ്രീ രാജൻ 5 ദിവസം ഇലക്ഷന് ബാക്കി നിൽക്കെ പ്രഖ്യാപിക്കട്ടെ. അപ്പൊ അവിടെ രാജീവ് ജി നമ്മുടെ മാനിഫെസ്റ്റോ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് BJP ഭരണത്തിലെത്തുകയാണെങ്കിൽ ആദ്യം കൊണ്ടുവരാൻ പോകുന്നത് മെട്രോയും രണ്ടാമത് കൊണ്ടുവരാൻ പോകുന്നത് എയിംസുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ആരോ വന്നോട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമുന്നണിയുടെ വക്താവായിട്ട് മന്ത്രി ശ്രീ രാജൻ പറയട്ടെ, അത് ഞാൻ തൃശ്ശൂര് 300 ഏക്കർ സ്ഥലം കൊടുത്ത് തൃശ്ശൂര് കൊണ്ടുവരുമെന്ന് പറയട്ടെ. ശ്രീ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ പറയട്ടെ അവരെവിടെ കൊണ്ടുവരുമെന്ന്. ധൈര്യമുണ്ടോ? ഇത് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മാത്രമാണ് ആ പദ്ധതി വരിക. അതിപ്പോഴും വലിയ ഒരു മാഫിയ സംഘത്തിന്റെ ബിസിനസ് പ്രവർത്തനത്തിന് വലിയ ബലമേകാൻ വേണ്ടി അതൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അത് ഒടിയും. അത് കേന്ദ്ര സർക്കാർ ഒടിച്ചില്ലെങ്കിൽ അന്വേഷണ സംഘങ്ങൾ നിരീക്ഷണത്തിനും ഇൻവെസ്റ്റിഗേഷനും ഇറങ്ങി അവരുടെ നട്ടെല്ലൊടിച്ചിരിക്കും. പദ്ധതി നമുക്ക് നഷ്ടപ്പെടരുത്. ഞാൻ മനസ്സിലാക്കിയ കണക്ക് കൃത്യമാണെങ്കിൽ ഏതാണ്ട് 23 എയിംസിന്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇനിയും 4 എണ്ണം വരണം. ആ 4 എണ്ണത്തിൽ കേരളമുണ്ട്. എയിംസിന് സത്വര നടപടി സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു സർക്കാർ വരണേ എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. ആര് ഭരിച്ചാലും മുള്ളും പുറത്ത് ആണിപ്പുറത്തിരുന്ന് ഭരിക്കണമെങ്കിൽ ശോഭയെ പോലെയുള്ളവർ നിയമസഭയിൽ ഉണ്ടാവണമെന്ന് മാത്രം നിങ്ങൾ നിശ്ചയിക്കുക. വേറെ ആരെയും പുറന്തള്ളണമെന്നോ വേറെ ആരെങ്കിലും ചവിട്ടിത്തേക്കണമെന്നോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ പ്രചരണ വേദികളെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറയുകയുമില്ല. പക്ഷെ ഇത് നിങ്ങളുടെ ആവശ്യമാണ്. ഒന്നുകൂടി സംക്ഷിപ്തമായി പറഞ്ഞാൽ, പാലക്കാട്ടുകാർക്ക് ശോഭ ജയിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയല്ല ജയിക്കുന്നത് പാലക്കാട്ടുകാർ തന്നെയായിരിക്കും. വന്ദേ മാതരം.